എല്ലാം കൊള്ളാടെ. പക്ഷേ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ കൈ കഴുകാൻ വെള്ളം തരാത്ത ഒരു സംഭവം ഉണ്ടല്ലോ, എനിക്കാണെങ്കിൽ അത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണേ. അപ്പോൾ പറഞ്ഞു വന്ന എന്താണെന്ന് ഞാൻ വഴിയേ പറയാം. ഞങ്ങൾ ലുലുവിൽ സാധനങ്ങൾ വാങ്ങാൻ പോയതാണ്. വീട്ടിൽ ഒരു അരിമണി പോലും ഇല്ലാതെ തീർന്നെന്ന് പറയുമല്ലോ, ആ അവസ്ഥയെ. അടുക്കള കാലിയായപ്പോഴേക്കും ഞങ്ങൾ മൂന്നാളും കൂടെ സാധനങ്ങൾ വാങ്ങാൻ ഇറങ്ങി. ഇന്ന് വാങ്ങാം നാളെ വാങ്ങാമെന്ന് പറഞ്ഞ് അതിങ്ങനെ പോയി ഇരിക്കുകയായിരുന്നു. അവസാനം ഇനിയും സാധനം വാങ്ങിച്ചില്ലെങ്കിൽ അത് നമുക്ക് വശപ്പിശക്കാവുമെന്ന് മനസ്സിലായപ്പോഴാണ് ഞങ്ങൾ സാധനങ്ങൾ വാങ്ങാനായിട്ട് ഇറങ്ങിയത്. അത് കഴിഞ്ഞ് ലുലുവിൽ കയറുന്ന എൻട്രൻസിൽ തന്നെ അവിടെ ഒരു കോഫി ഷോപ്പുണ്ട്. ഹൈപ്പർ മാർക്കറ്റിൽ കയറുന്ന അവിടെ തന്നെ. അവിടെ ഞങ്ങളുടെ ഫേവറേറ്റ് സ്പോട്ടാണ് കേട്ടോ അത്. അവിടുത്തെ ഒരു സമൂസയുണ്ട്, ബംഗാളി സമൂസ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര്. നമ്മുടെ നമ്മളെ മലയാളി സമൂസയല്ല. അപ്പോൾ അതിൻ്റേതായ പ്രത്യേകതകൾ കാണുമെന്ന് മനസ്സിലായല്ലോ. 40-45 ആണ് അതിൻ്റെ റേറ്റ്. പിന്നെ നല്ല ഒരു ചായയും കിട്ടും. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ചായ കുടിക്കാനായിട്ട് എൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് വെച്ച സമയത്ത്, ഇവിടെ നിന്നല്ല വേറെ എവിടെ നിന്നോ ആണ്. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് സങ്കടവും തോന്നി കേട്ടോ. ചേട്ടൻ പറയുന്നുണ്ട് നീ അതിൽ കടുപ്പ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യും, അത് ഷുഗറാണ്, അത് ആ ചായയിലോട്ട് ഇട്ടാൽ മതി. നമുക്കിതൊന്നും അറിഞ്ഞുകൂടാത്തൊരു ബാല്യമായിരുന്നല്ലോ നമ്മളത്. ഇതൊക്കെ നമുക്കിപ്പോൾ കിട്ടിയ കുറേ അനുഗ്രഹങ്ങളാണെന്ന് വേണമെങ്കിൽ പറയാം. എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെ നമ്മൾ സമൂസ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് സമൂസയേക്കാളും ഇഷ്ടം അതിൻ്റെ കൂടെ തരണ ഈ മുളകാണേ. ഭയങ്കര രസമാണ് കേട്ടോ. ആ നല്ല ചൂട് സമൂസയിൽ സോസ് പൊട്ടിച്ചൊഴിച്ച് കഴിച്ചിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ചൂട് ചായയും പിന്നെ നല്ല മുളക്. ഭയങ്കര എരിവൊന്നും അല്ല, നല്ല ഉപ്പിലിട്ട മുളകാണ്. സമൂസ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് മുളക് കിട്ടണം, അതാണ് എൻ്റെ ഒരു രീതി. അങ്ങനെ കഴിച്ച് കഴിയുമ്പോഴേക്കും, പ്രത്യേകിച്ച് ഈ സമൂസ കഴിക്കുമ്പോഴേക്കും അതിനകത്ത് നമ്മുടെ സാധാരണ ഉരുളക്കിഴങ്ങൊന്നുമല്ല, വേറെ എന്തൊക്കെയോ മസാലക്കൂട്ടാണ് അവർ വെച്ചിരിക്കുന്നത്. കഴിച്ച് കഴിഞ്ഞാൽ കൈ മൊത്തം ചീത്തയാവും. പക്ഷേ കഴുകാനായിട്ട് വെള്ളം തരില്ല, പച്ച വെള്ളം പോലും ഇല്ലെന്ന് പറയുമല്ലോ. നമ്മൾ KFCയിൽ പോയാലും അങ്ങനെ തന്നെ. ഇങ്ങനെയുള്ള സ്ഥലത്ത് പോകുമ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഇതാണ്. പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ നമ്മൾ കൈ കഴുകിയിട്ട് ആഹാരം കഴിക്കും, ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ കൈ കഴുകും. ആ ഒരു രീതിയൊന്നും ഇവിടെയൊന്നും ഇല്ലടെ. എന്തൊക്കെ ഭയങ്കര രീതിയെന്ന് പറഞ്ഞാൽ എനിക്കിത് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാനില്ല. നിങ്ങൾക്ക് എങ്ങനെയാണെന്നൊന്ന് പറയണേ.